3 വചനങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വരും. ബൈബിളുണ്ടോ? ഉണ്ട്. ഏശയ്യാ പ്രവചനം 65 അധ്യായം 24 വാക്യം. വീണ്ടും യെരമ്യാ 33:3, സങ്കീർത്തനം 107 19 20. വിളിക്കും മുമ്പേ ഞാനവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ പ്രാർത്ഥന കേൾക്കും. യെരമ്യാ 33:3 പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്തരവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ബുദ്ധിയിൽ വെച്ച് തല പുകഞ്ഞ് പുണ്ണാക്കിയിട്ടും ഒരു മാറ്റവും കാണാത്ത കാര്യങ്ങൾക്ക് ഇതാ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. കർത്താവിനെ വിളിക്കുക, വേറെ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. വിളിച്ച് മടുത്തിരിക്കുന്നവരായിരിക്കാം. ബുദ്ധിക്കതീതരമായ മഹത്തരവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വീണ്ടും സങ്കീർത്തനം 107 19 20 പറയുന്നുണ്ട്, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന യെരമ്യാ 33:3, ഏശയ്യാ 65:24, സങ്കീർത്തനം 107 19 20, ഈ 3 വചനങ്ങൾ വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ. ഇത്രയും നാൾ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തീരുമാനമാകാതെ കിടക്കുന്ന ദൈവം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ജോലി, വീട്, കാറ്, വിസ, പണം, സമ്പത്ത്, ഡിപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തെക്കാൾ സ്ഥാനം പണത്തിനും വ്യക്തികൾക്കും സമ്പത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കൊടുക്കല്ലേ. അത് നിർത്ത്. അത് അവിടെ അടിയറ വെക്ക്. എനിക്ക് ഈശ്വരനെ മതി, കർത്താവിനെ മതി എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയാൽ വിളിച്ചാൽ വെളിപ്പുറത്ത് വരും. ദൈവത്തെ കൂടാതെ ശേഖരിക്കുന്നതെല്ലാം ചിതറിക്കപ്പെടും. അതുകൊണ്ട് ഈ ബോധ്യത്തോടെ ഇന്നു മുതൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ബാക്കി സ്ഥാനം മാത്രമേ മറ്റുള്ളതിനെല്ലാം ഉള്ളൂ. ഇതും കടന്നു പോകും, നമ്മളെല്ലാം കടന്നു പോകും. നിലനിൽക്കുന്നതൊന്നും മാത്രമേ ഉള്ളൂ, ഇതാ ആത്മാവ്. അതുകൊണ്ട് ആത്മാവിന് വേണ്ടുന്നത് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കിട്ടും. വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്.